ഇനി വലിയ ന്യായീകരണമൊന്നും ആവശ്യമില്ലല്ലോ. ആ കോടതി വിധിയിൽ തന്നെ വളരെ വ്യക്തമായി പറയുകയല്ലേ, ഇത് രാഷ്ട്രീയ പ്രേരിതമായ കൊലപാതകമാണ്, രാഷ്ട്രീയ സംഘർഷത്തിൻ്റെ ഭാഗമായി അഥവാ രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ളത്. അത്തരത്തിലൊരു കൊലപാതകം നടത്തുമ്പോൾ അതിന് ആസൂത്രണം നടത്തിയിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ആസൂത്രണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. ഈ കൊലപാതകം നടത്താൻ വേണ്ടി യോഗം ചേരണമെങ്കിൽ ഈ CPM എന്ന് പറയുന്ന സംഘടന എത്ര ഭീകര പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയാണ് താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കൊലപാതകത്തിന് വേണ്ടി മാത്രമായി യോഗം ചേരുന്നു. ഇവരെ രണ്ടുപേരെയും ചുവന്ന മഷി വെച്ച് അവരുടെ രണ്ടുപേരുടെയും ഫോട്ടോ ഇൻറ്റു മാർക്ക് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നു. ഇതിനുശേഷം എവിടെയാണ് കൊലപാതകത്തിന് ശേഷം എത്തിച്ചേരേണ്ടതിനെ സംബന്ധിച്ച് ആസൂത്രണം നടത്തുന്നു. എത്തിച്ചേരുന്ന സ്ഥലത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ നശിപ്പിച്ചു കളയാൻ ആസൂത്രണം നടത്തുന്നു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ വാഹനം തയ്യാറാക്കി നിർത്തുന്നു. ഇത്തരത്തിൽ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും മുൻകൂട്ടി ഭീകര പ്രസ്ഥാനങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള മുന്നൊരുക്കം നടത്തി CPMൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു ഇത് എന്നിപ്പോൾ ബോധ്യപ്പെടുകയാണ്. ഇവിടെ പറയുന്നത് എന്താണ്, ഈ നടന്നിട്ടുള്ള കൊലപാതക കേസിലെ പ്രതികൾ തന്നെയാണ്. അതിലെ പിന്നെ എന്താ പറയുന്നത് 14, 20, 21, 22 പ്രതികളെ കുറിച്ചാണ് താങ്കൾ ഈ പറയുന്നത്. കൊലപാതക കേസാണ്. ആ കൊലപാതക കേസിൽ എങ്ങനെ പങ്കാളിയായി എന്നുള്ളതല്ല പ്രശ്നം. ആ കൊലപാതക കേസിൻ്റെ ഭാഗമാണ് കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർ. തർക്കമുണ്ടോ? ഇത് പ്രത്യേക കേസല്ലല്ലോ, ഇതിന് പ്രത്യേകമായി FIR ഇട്ടതല്ലോ. അപ്പോൾ താങ്കൾ പറയുന്നത് CBI വന്ന് അന്വേഷിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ സംസ്ഥാന താങ്കൾ എത്ര സമർത്ഥമായിട്ടാണ് വിവരക്കേട് ഇവിടെ വിളമ്പിയത്. ഇവിടെ കോടതി കുറ്റപത്രം നിരാകരിച്ചുകൊണ്ട് CBI എൻക്വയറിക്ക് സിംഗിൾ ബെഞ്ച് പിന്നെ ഉത്തരവിട്ടപ്പോൾ ആ കുറ്റപത്രം സ്വീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഡിവിഷൻ ബെഞ്ചിൽ പോയിട്ടുള്ളത്. അല്ല, മറിച്ച് CBI എൻക്വയറി ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടാണ്. ഇനി അങ്ങനെയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, ഡിവിഷൻ ബെഞ്ച് പറഞ്ഞെന്താണ്, ആ കുറ്റപത്രം നിലനിർത്തിക്കൊണ്ട് സബ്സിക്വൻ്റ് ആയിട്ട് CBI അന്വേഷണം നടത്തിയതിന് ശേഷം അവർക്ക് നൽകാനുള്ള അഡീഷണൽ ആയിട്ടുള്ള കുറ്റപത്രം കൂടി നൽകട്ടെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആണല്ലോ. പിന്നെ എന്തിനാണ് സുപ്രീം കോടതിയിൽ പോയത്? സുപ്രീം കോടതി നിങ്ങൾ പോയിട്ടുള്ളത് CBI എൻക്വയറി വേണ്ട എന്ന ഒറ്റ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ്. അതിന് പൈസ മുടക്കിയിട്ടുള്ളത് സർക്കാരിൻ്റെ ഖജനാവിലെ പൈസയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ഈ പ്രതികളെ സംരക്ഷിക്കുക, കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുക എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് തർക്കം ഉണ്ടെങ്കിലും ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ആർക്കും തർക്കമുണ്ടാകില്ല. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു, സിംഗിൾ ബെഞ്ച് കുറ്റപത്രം നിരാകരിച്ചതിൻ്റെ പേരിലാണെങ്കിൽ നിങ്ങൾ അപ്പീൽ പോയതെങ്കിലും മനസ്സിലാക്കാം. അവിടുത്തെ നിങ്ങളുടെ പ്ലീ എന്തായിരുന്നു? ആ കുറ്റപത്രം സ്വീകരിക്കാൻ വേണം, മാത്രമല്ല CBI എൻക്വയറി ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. അതിനുശേഷം കുറ്റപത്രം സ്വീകരിക്കാൻ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതിന് ശേഷവും നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയി. എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് ഈ CBI എൻക്വയറി ആവശ്യമില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്. മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ, ഈ കേസുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞു 14 പേരെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു കണ്ടെത്തിയിരുന്നു, 10 പേരെ പിന്നെ CBI കണ്ടെത്തി. ഇതിൽ ആരെ ശിക്ഷിച്ചിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഈ 14 പേരിൽ 10 പേരെയും CBI കണ്ടെത്ത 10 പേരിൽ 4 പേരെയുമാണല്ലോ ഇപ്പോൾ പിന്നെ കുറ്റക്കാരായി കണ്ടെത്തിയിട്ടുള്ളത്. അതെന്തിനാണ് മറച്ചു വെക്കുന്നത്? വ്യക്തമായി പറഞ്ഞൂടെ? ക്രൈംബ്രാഞ്ച് പ്രതിസ്ഥാനത്തേക്ക് കണ്ടെത്തിയിരുന്ന 14 പേരിൽ 10 പേരും കുറ്റക്കാരാണെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. CBI കണ്ടെത്തിയ 10 പേരിൽ 4 പേരും കുറ്റക്കാരാണെന്നും അവർക്ക് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 4 പേർ അവർ രക്ഷപ്പെടുകയായിരുന്നു. CPMൻ്റെ ഉന്നതരായ നേതാക്കന്മാർ രക്ഷപ്പെടുകയായിരുന്നു ഇതിൻ്റെ പിന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലൂടെ. അത് മാത്രമല്ല, നോക്കൂ, ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് CBI കൊടുത്തിട്ട് ക്രൈംബ്രാഞ്ച് കൊടുത്തിരുന്ന കുറ്റപത്രത്തിൻ്റെ ബേസിലായിരുന്നു ഈ അന്വേഷണം നടന്നതെങ്കിൽ അതിലുണ്ടായിട്ടുള്ള പാകപ്പിഴകളെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. അവിടെ തൊണ്ടി മുതൽ കണ്ടെത്തിയത് ഉൾപ്പെടെ പ്രോസിക്യൂഷൻ കാണാതെ കോടതിയിൽ ഹാജരാക്കിയതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവാദങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. അതൊക്കെ പഴുതടച്ചുകൊണ്ട് CBI കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരെ ശിക്ഷിച്ചിട്ടുള്ളത് എന്നുള്ളത് സത്യമാണ്. നേരത്തെ ക്രൈംബ്രാഞ്ച് കൊടുത്തിരുന്ന കുറ്റപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ട്രയൽ നടന്നിരുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇവരെല്ലാം രക്ഷപ്പെടുമായിരുന്നു. അതൊരു യാഥാർത്ഥ്യമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം തുടർച്ചയായി ഞങ്ങളുടെ ചോദ്യം, എന്തിനായിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം മതി എന്ന് സർക്കാർ നിർബന്ധം പിടിച്ചത്? അത് തെറ്റായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെടുന്നില്ലേ? CBI കണ്ടെത്തിയ 10 പേരിൽ 4 പേർ കുറ്റക്കാരാണെന്നും അവർക്ക് ശിക്ഷയും വിധിച്ചില്ലേ? അവർക്ക് ജാമ്യത്തിൽ നിന്നുകൊണ്ട് പോലും അപ്പീലിന് പോകാൻ കഴിയാത്ത രീതിയിലേക്കുള്ള ശിക്ഷാ കാലാവധി കൂടി കിട്ടിയില്ലേ? 3 വർഷത്തിലധികം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അവർക്ക് അത് ജാമ്യത്തിൽ നിന്നുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ പുറത്തു നിന്നുകൊണ്ട് അവർക്ക് അപ്പീൽ പോകാൻ കഴിയുമോ? ഇല്ല, ജയിലിൽ പോയാൽ മതിയാവും. അവരുൾപ്പെടെ ജയിലിൽ പോവുകയല്ലേ? ഈ സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുമ്പോഴും ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. പിന്നെന്താ MV ഗോവിന്ദൻ എന്ന് പറയുന്നത് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. ഇനിയും അങ്ങനെയൊക്കെ പറയാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറിൽ തുടങ്ങി പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ള വിവിധ തലങ്ങളിലുള്ള നേതാക്കന്മാർ ഉൾപ്പെടുന്ന ഈ കൊടും ക്രിമിനലുകൾ, അവർ ഗൂഢാലോചന നടത്തി അരിങ്കൊല ചെയ്ത 2 ചെറുപ്പക്കാർ,
അവർ കൊല ചെയ്യപ്പെട്ടിട്ടും ഇന്നും MV ഗോവിന്ദനെ പോലെ ഒരാൾക്ക് ഞെളിഞ്ഞു നിന്ന് പറയാൻ കഴിയുന്നെങ്കിൽ, ഇതിനകത്ത് രാഷ്ട്രീയം ഞങ്ങൾക്ക് പങ്കില്ല, CPM ആലോചിച്ച് ചെയ്തല്ല എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ അത് അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ, CPM മാത്രമേ കഴിയൂ. കാരണം ഇവിടെ നമ്മുടെ ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, തീവ്രവാദ സംഘടനകളെ പോലും നാണിപ്പിക്കത്തക്ക രീതിയിൽ CPM അധപ്പതിച്ചിരിക്കുന്നു. ഇപ്പൊ CPM ഏതാണ്, ക്രിമിനലുകൾ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലേക്ക് ഈ കേസിന്റെ നാൾവഴികൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുകയാണ്. ശരി, ഓക്കെ, അതാണ് വിമർശനം. CPM പ്രതിനിധികൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. ഈ ചർച്ചയിൽ നല്ല കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നടക്കുന്ന ചർച്ചകളിൽ CPM പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല.